തൃശൂർ ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കി മറിച്ച സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 10 മണിയോടുകൂടി ഒരു ഫോൺ കോൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ SI ഉൾപ്പെടുന്ന സംഘം തുമ്പൂർ എന്നൊരു സ്ഥലത്തേക്ക് എത്തി. പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഒരു വീടിന് ചുറ്റും നിരവധി ആളുകൾ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വീടിനോട് ചേർന്ന് വലിയൊരു കാലിത്തൊഴുത്തുണ്ട്. കാലിക്കച്ചവടം നടത്തുന്ന കൊച്ചുപൗലോയുടെ വീടായതുകൊണ്ട് തന്നെ കാലികളെ വാങ്ങുന്നതിനായി ആ വീട്ടിലേക്കെത്തിയ ആളുകളായിരുന്നു വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്ന കാഴ്ച കണ്ടത്. കൊച്ചുപൗലോയെ അന്വേഷിച്ച് വീടിനകത്തേക്ക് കയറിയ ആളുകൾ അകത്തെ ബെഡ്റൂമിന് സമീപം എത്തിയപ്പോഴായിരുന്നു ആരോ ഒരാൾ കട്ടിലിൽ കിടക്കുന്ന കാഴ്ച കണ്ടത്. ആ കട്ടിലിനടുത്തേക്ക് എത്തിയ ആളുകൾ കട്ടിലിൽ കിടക്കുന്ന വ്യക്തിയെ കണ്ട് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയോടി. അകത്തെന്താണ് സംഭവിച്ചതെന്നറിയാൻ പുറത്തു നിന്നിരുന്ന ആളുകൾ കൂടി കൊച്ചുപൗലോയുടെ വീടിനുള്ളിലേക്ക് കയറി. ബെഡ്റൂമിനുള്ളിൽ നടക്കുന്ന ആ കാഴ്ച നാട്ടുകാരിൽ പലരും കണ്ടു. കട്ടിലിൽ സാക്ഷാൽ കൊച്ചുപൗലോ ശരീരത്തിൽ നിന്നും തല വേർപെട്ട അവസ്ഥയിൽ കിടക്കുന്നു. ആരൊക്കെയോ ചേർന്ന് കൊച്ചുപൗലോയുടെ കഴുത്ത് വെട്ടിമുറിച്ചതിന്റെ ഭാഗമായി തല ശരീരത്തിൽ നിന്നും അറ്റുമാറിക്കിടക്കുകയാണ്. നാട്ടുകാർ കണ്ട ആ ഭയപ്പെടുത്തുന്ന കാഴ്ച CI ഉൾപ്പെടുന്ന സംഘവും കണ്ടു. ഉടൻ തന്നെ വിവരം DYSPക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘവും ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തേക്ക് എത്തി. മക്കളൊക്കെ വിദേശത്തായതുകൊണ്ട് തന്നെ കൊച്ചുപൗലോ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. സംഭവം അറിഞ്ഞ് ബന്ധുക്കളൊക്കെ അവിടേക്ക് എത്തി. വൈകാതെ തന്നെ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു. മൃതദേഹത്തിലും വീടിനകത്തുമൊക്കെ മണം പിടിച്ച പോലീസ് നായ പ്രധാന വാതിലിലൂടെ വീടിന് വെളിയിലേക്ക് ഇറങ്ങി റോഡിലേക്ക് ഓടി. ഒരു പ്രത്യേക പോയിന്റിലെത്തി നായ അതിന്റെ ഓട്ടം അവസാനിപ്പിച്ചു. പ്രതി അല്ലെങ്കിൽ പ്രതികൾ റോഡ് വരെ നടന്നെത്തിയ ശേഷം അവിടെ നിന്നും വാഹനത്തിൽ കടന്നു പോയിട്ടുണ്ടാകാമെന്ന് പോലീസ് വിലയിരുത്തി. നാട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ചില നിർണായക വിവരങ്ങൾ കിട്ടി. ആഭരണങ്ങൾ ധരിക്കാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു കൊച്ചുപൗലോ. അദ്ദേഹത്തിന്റെ കഴുത്തിൽ 8 പവനോളം തൂക്കം തോന്നിക്കുന്ന മാലയും കയ്യിൽ മോതിരവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവയൊന്നും കാണാനില്ല. ആഭരണങ്ങൾക്ക് വേണ്ടി കൊച്ചുപൗലോയെ ആരൊക്കെയോ ചേർന്ന് വകവരുത്തിയതാകാമെന്ന് പോലീസ് കരുതി. നാട്ടുകാരുടെ മൊഴികളൊക്കെ വിശദമായി രേഖപ്പെടുത്തുന്നതിനിടയിലായിരുന്നു CI സിനോജിന് ചില സംശയങ്ങൾ തോന്നിയത്. കൊച്ചുപൗലോയുടേത് ഒരു ഇരുനില വീടാണ്. മുകളിലത്തെ വാതിലുകളോ ജനലുകളോ ഒന്നും തന്നെ തുറന്നിട്ടില്ല. താഴത്തെ നിലയിൽ അടുക്കള വാതിലുകളോ മറ്റുള്ള വാതിലുകളോ ഒന്നും തന്നെ തുറന്നിട്ടിട്ടില്ല. നാട്ടുകാരുടെ മൊഴിയനുസരിച്ച് പ്രധാന വാതിൽ ചാരിയ നിലയിലായിരുന്നു. രാത്രിയിൽ കൊച്ചുപൗലോ എന്തുകൊണ്ടാകാം വാതിൽ പൂട്ടാതെ ഇരുന്നതെന്ന് പോലീസിന് സംശയം തോന്നി. വാതിൽ രാത്രിയിൽ കൊച്ചുപൗലോ തന്നെ തുറന്നതാണ്. അദ്ദേഹം വാതിൽ തുറക്കണമെങ്കിൽ അയാൾക്ക് പരിചയമുള്ള വ്യക്തികൾ ആരെങ്കിലും അവിടെ വന്നിരിക്കാമെന്നും പോലീസ് വിലയിരുത്തി. എന്നാൽ വന്ന വ്യക്തികൾക്ക് ആഹാരം കൊടുത്തതിന്റെ ഒരു ലക്ഷണവും ആ വീട്ടിൽ കാണാനില്ല. അതിന്റെ അർത്ഥം ആ വ്യക്തികൾ വളരെ വൈകിയാകും രാത്രിയിൽ എത്തിയതെന്നുള്ളതാണ്. ഇതിനിടയിൽ ഫോറൻസിക് സംഘം വീടിനുള്ളിൽ നിന്ന് ലഭിക്കാവുന്ന തെളിവുകളും വിരലടയാളങ്ങളും ഒക്കെ ശേഖരിച്ചു തുടങ്ങിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പൗലോയുടെ ബന്ധുക്കൾ അത്യാവശ്യം പിടിപാടുള്ളവരായതുകൊണ്ട് തന്നെ പോലീസിന് മേൽ അതിശക്തമായ പ്രഷർ തന്നെ അനുഭവപ്പെട്ടു. സംഭവം നടന്ന ദിവസവും അതിനു മുൻപുള്ള ദിവസങ്ങളിലും പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറുകൾ പൗലോയുടെ വീടിന് സമീപമുള്ള ടവറിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘം സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. ഇതിനിടയിൽ SIയുടെ നിർദ്ദേശപ്രകാരം ഒരു സംഘം ആളുകൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ വിശദമായ മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. തൃശൂർ ജില്ലയുടെ വിവിധ മേഖലകളിലായി കൊച്ചുപൗലോയ്ക്ക് ബന്ധുക്കളുണ്ട്. ബന്ധുക്കളിൽ ആരെങ്കിലും വീട്ടിലെത്തി കൊച്ചുപൗലോയെ അവസാനിപ്പിച്ചതായിരിക്കുമോ എന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ പോലീസിന്റെ ആ സംശയത്തെ ബന്ധുക്കളൊക്കെ അതിശക്തമായി തന്നെ എതിർത്തു. മറ്റൊരു സംഘം പോലീസുകാർ കൊച്ചുപൗലോയുടെ കാലിക്കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി ചോദ്യം ചെയ്തു തുടങ്ങി. ഇതോടൊപ്പം തന്നെ തൃശൂർ ഇരിങ്ങാലക്കുട മേഖലകളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചും പോലീസ് സംഘം വിശദമായ തിരച്ചിലും അന്വേഷണവും നടത്തി. മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടും അന്യസംസ്ഥാന തൊഴിലാളികളെയും നാട്ടുകാരെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടും പോലീസിന് പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്തായിരുന്നു ബന്ധുക്കളെ ചോദ്യം ചെയ്തിരുന്ന പോലീസുകാർക്ക് ഒരു വിവരം ലഭിക്കുന്നത്. കുഴപ്പക്കാരായ ഏതെങ്കിലും ബന്ധുക്കളുണ്ടോ എന്നുള്ള SIയുടെ ചോദ്യത്തിന് പൗലോയുടെ അനന്തരവൻ ഒരു ടോണി അല്പം കുഴപ്പക്കാരനാണെന്നുള്ള കാര്യം പോലീസിനെ അറിയിച്ചു. ഈ സമയം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ പൗലോയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. സംസ്കാര ചടങ്ങുകളിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ടോണിയെക്കുറിച്ചാണ് ബന്ധുക്കളിൽ ഒരാൾ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ നിമിഷത്തിൽ തന്നെ പോലീസ് സംഘം ടോണിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. സംഭവം നടന്ന ദിവസം രാത്രിയിൽ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ തന്റെ കൈ മുറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിലായിരുന്നു എന്നുള്ള കാര്യം ടോണി പോലീസുകാരെ അറിയിച്ചു. ടോണി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയുന്നതിനായി SIയുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ഒരു പോലീസുകാരൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു നോക്കുകയും ചെയ്തു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും ടോണി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പോലീസ് സംഘം ചില ബന്ധുക്കളോട് അന്വേഷിച്ചപ്പോഴും സംഭവം നടന്ന ദിവസം ടോണി ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി. ടോണി പ്രതിയല്ല എന്നുള്ള വിലയിരുത്തലിലേക്കാണ് പോലീസ് പിന്നീട് കടന്നത്. പോലീസ് അന്വേഷണം ആകെ വഴിമുട്ടി നിന്ന സമയത്താണ് CIയുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു സംഘം പോലീസുകാർ ഒരു പ്രത്യേക അന്വേഷണം ആരംഭിച്ചത്.
ഇരിങ്ങാലക്കുടയ്ക്ക് സമീപമുള്ള എല്ലാ പണയമിടപാട് സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഒരു തിരച്ചിൽ നടത്താനായിരുന്നു പോലീസ് സംഘത്തിന് നിർദ്ദേശം ലഭിച്ചത്. സ്വർണം മോഷ്ടിക്കുന്ന വ്യക്തികൾ മിക്കവാറും അതെവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് പണം നേടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സമീപത്തുള്ള പണയ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ CI നിർദ്ദേശം നൽകിയത്. സ്വർണം പണയത്തിനെടുക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘത്തിന്റെ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ഒരു പണയമിടപാട് സ്ഥാപനത്തിലെത്തിയപ്പോൾ അവിടുത്തെ ജീവനക്കാരൻ അയാൾക്ക് ഓർമ്മയുള്ള ചില കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചത്. സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം 2 വ്യക്തികൾ ഒരു മാല പണയം വെക്കാൻ അവിടേക്ക് എത്തിയിരുന്നു. 8 പവനോളം തൂക്കം വരുന്ന മാലയുമായാണ് ആ സംഘം എത്തിയത്. സ്വർണം പണയം വെക്കണമെന്ന് സ്ഥാപനത്തെ അറിയിച്ചെങ്കിലും ആ മാല ആരുടേതാണെന്നും എവിടെ നിന്ന് കിട്ടിയതാണെന്നും മറ്റ് രേഖകളൊക്കെ കാണിക്കണമെന്നും പറഞ്ഞപ്പോൾ ആ വ്യക്തികൾ മാല അവിടെ പണയം വെക്കാതെ അവിടെ നിന്നും കടന്നുപോയി. അങ്ങനെയൊരു സംഭവം ഉണ്ടായതായി ജീവനക്കാർ പോലീസിനെ അറിയിച്ചു. ശരിക്കും നിർണായകമായ ഒരു വിവരമാണ് ആ സ്ഥാപനത്തിൽ നിന്നും പോലീസിനെ ലഭിച്ചത്. അവരവരുടെ തന്നെ സ്വർണമായിരുന്നെങ്കിൽ ജീവനക്കാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയ ശേഷം ആ സ്വർണം അവരവിടെ തന്നെ പണയം വെച്ചേനെ. മോഷണം നടത്തുന്ന വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിന്ന് പരുങ്ങാറുള്ളത്. സ്വർണം പണയം വെക്കാൻ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയ സംഘം അവിടെ പണയം വെക്കാത്ത സാഹചര്യത്തിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടുപോയി സ്വർണം പണയം വെക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയ പോലീസ് സംഘം വീണ്ടും ഓരോരോ പണയ കേന്ദ്രങ്ങളായി അരിച്ചു പറക്കി അന്വേഷണം തുടങ്ങി. അങ്ങനെയാണ് അവസാനം ഒരു ചെറിയ പണയമിടപാട് സ്ഥാപനത്തിലേക്ക് പോലീസ് സംഘം എത്തിയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 2 വ്യക്തികൾ 8 പവനോളം തൂക്കം വരുന്ന ഒരു മാലയും ഒരു മോതിരവും അവിടെ പണയം വെച്ചതായി കണ്ടെത്താനും കഴിഞ്ഞു. 2 പുരുഷന്മാരാണ് കടയിലേക്ക് എത്തിയത്. അതിൽ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് പണയം വെച്ചിരിക്കുന്നത്. അയാളുടെ അഡ്രസ്സും സ്ഥാപനത്തിൽ തന്നെയുണ്ട്. എറണാകുളത്തുകാരായ അവർ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് തൃശൂർ എത്തിയപ്പോഴാണ് പണം തികയാതെ വന്ന സാഹചര്യത്തിൽ മാലയും മോതിരവും പണയം വെച്ചതെന്നും ആ കടയുടമകൾ പോലീസുകാരെ അറിയിച്ചു. പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പണയ ഉരുപ്പടികൾ കടയുടമകൾ പോലീസുകാരെ കാണിച്ചു. അത് പൗലോയുടേത് തന്നെയാണോ എന്നറിയുന്നതിനായി ഉടൻ തന്നെ പൗലോയുടെ ചില ബന്ധുക്കളെയും അയൽക്കാരെയും ഒക്കെ പോലീസ് സംഘം ആ പണയമിടപാട് സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി. അത് പൗലോയുടെ ആഭരണങ്ങൾ തന്നെയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരുട്ടിൽ തപ്പുകയായിരുന്ന പോലീസ് സംഘത്തിന് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പണയം വെച്ചിരിക്കുന്ന വ്യക്തിയുടെ അഡ്രസ് ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത പോലീസ് സംഘം പണയ ഉരുപ്പടിയുമായി ആ വ്യക്തിയുടെ വീട്ടിലേക്ക് തന്നെയാണ് എത്തിയത്. പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴേക്കും ജോസഫ് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇതേസമയം CI അടങ്ങുന്ന സംഘം മറ്റൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പൗലോയുടെ ബന്ധുവായ ടോണി നേരത്തെ കൈമുറിഞ്ഞതുമായി ബന്ധപ്പെട്ട് സംഭവം നടന്ന ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം പോലീസ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു. അതിന്റെ ഒരു റീകൺഫർമേഷൻ എടുക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് സംഘം ഹോസ്പിറ്റലിലേക്ക് നേരിട്ടെത്തിയത്. അവിടെ എത്തിയപ്പോൾ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പോലീസിന് വ്യക്തമായത്. സംഭവം നടന്ന ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ടോണി രാത്രി 10 മണിയോടുകൂടി ഡിസ്ചാർജ് വാങ്ങി അവിടെ നിന്നും പോയിരുന്നു എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഇതേസമയം പൗലോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. റിപ്പോർട്ട് അനുസരിച്ച് വെളുപ്പിന് ഏകദേശം 4 മണിയോടുകൂടിയാണ് പൗലോയുടെ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. രാത്രി 10 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പുറത്തേക്കിറങ്ങിയ ടോണിക്ക് വേണമെങ്കിൽ പൗലോയുടെ വീട്ടിലെത്തി അയാളെ കൊലപ്പെടുത്താനുള്ള സമയമുണ്ട്. അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് CI സംഘവും ആലോചിക്കുന്നതിനിടയിലായിരുന്നു സ്വർണ്ണപ്പണയ ഇടപാടുമായി ബന്ധപ്പെട്ട് ജോസഫ് എന്ന ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്ത വിവരങ്ങൾ SI വിളിച്ചു പറയുന്നത്. SI പറഞ്ഞ കാര്യങ്ങൾ കേട്ട് CI ഉൾപ്പെടുന്ന സംഘത്തിന്റെ എല്ലാ സംശയങ്ങളും മാറി. അങ്ങനെയാണ് ടോണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം തീരുമാനിച്ചത്. സംഭവം നടന്ന ദിവസം രാത്രിയിൽ താൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു എന്ന് ടോണി ആവർത്തിച്ച് പറഞ്ഞു. ഈ സമയത്തായിരുന്നു ചില നിർണായക കാര്യങ്ങൾ CI ടോണിയെ അറിയിച്ചത്. രാത്രി 10 മണിയോടുകൂടി ടോണി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി പോയ വിവരം തങ്ങൾ അറിഞ്ഞു എന്നും ടോണി അവിടെ നിന്നും നേരെ പോയത് പൗലോയുടെ അടുത്തേക്കാണെന്നും രാത്രി പൗലോയുടെ വീട്ടിൽ കഴിഞ്ഞ ടോണി അന്ന് രാത്രി തന്നെ അയാളെ കൊലപ്പെടുത്തി അയാളുടെ ആഭരണങ്ങൾ സ്വന്തമാക്കിയെന്നും ആ വിവരങ്ങളെല്ലാം തങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു എന്നും ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നും CI ടോണിയെ അറിയിച്ചു. എന്നാൽ ടോണി തന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. ടോണിക്കൊപ്പം ആ രാത്രിയിൽ അവിടെയുണ്ടായിരുന്ന ജോസഫിനെ തങ്ങൾ പിടികൂടിയിട്ടുണ്ടെന്നും കൂടി പോലീസ് പറഞ്ഞതോടെ ടോണി ആകെ വിളറി വെളുത്തു. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ജോസഫിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ജോസഫും ടോണിയും ഒരേ ബസ്സിലെ ജീവനക്കാരാണ്. ടോണി കണ്ടക്ടറും ജോസഫ് ആ ബസ്സിലെ ക്ലീനറുമാണ്. പിന്നീടുള്ള പോലീസിന്റെ ചോദ്യങ്ങൾക്ക് അധികം ബലം പിടിക്കാതെ തന്നെ തനിക്കറിയാവുന്ന കാര്യങ്ങൾ ടോണി പറഞ്ഞു തുടങ്ങി. പൗലോയുടെ കഴുത്തിലുണ്ടായിരുന്ന 8 പവനിൽ പരം തൂക്കമുള്ള മാല നേരത്തെ തന്നെ ടോണി നോട്ടമിട്ട് വെച്ചിരുന്നു. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് പൗലോ തന്റെ മാല കഴുത്തിൽ നിന്ന് മൂരി തലയിണയുടെ അടിയിൽ വെക്കാറാണ് പതിവ്. പിറ്റേ ദിവസം കുളി കഴിഞ്ഞ ശേഷമാണ് പിന്നീട് മാല ധരിക്കാറുള്ളത്. ആ കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ സർവ്വസ്വാതന്ത്ര്യവുമുള്ള ടോണിക്കും അറിയാം. എന്നാൽ ടോണി ആ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് വേഗത്തിൽ തന്നെ പൗലോയ്ക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പൗലോയെ അവസാനിപ്പിക്കാൻ ടോണി തീരുമാനിച്ചു. പൗലോയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസ് ഉറപ്പായും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ
മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ടോണിയിലേക്ക് അതിവേഗം പോലീസ് എത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവം നടക്കുന്ന സമയത്ത് തന്റെ ഫോൺ ഓഫാക്കി വെക്കാൻ തന്നെ ടോണി തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഒരു മൊബൈൽ ടവറിൽ പോലും ടോണിയുടെ മൊബൈൽ നമ്പറുകൾ കാണിക്കാതെ ഇരുന്നത്. നേരത്തെ ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് ടോണിയുടെ കൈയൊന്നും മുറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സംഭവം നടക്കുന്ന ദിവസം രാത്രിയിൽ താൻ സ്ഥലത്തില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ടോണി നേരത്തെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് അഡ്മിറ്റ് ആയത്. എന്നാൽ രാത്രി 10 മണിക്ക് ശേഷം ടോണി ഡിസ്ചാർജ് എഴുതി വാങ്ങിയതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിന്റെ റെക്കോർഡിൽ ടോണി ഡിസ്ചാർജ് ആയി എന്നുള്ള വിവരം പോലീസുകാർക്ക് അറിയാനിട വന്നത്. ഡിസ്ചാർജ് ആവാതെ തന്നെ ആരും അറിയാതെ ഹോസ്പിറ്റലിൽ നിന്നും ടോണി പോവുകയായിരുന്നുവെങ്കിൽ പോലീസുകാർ ആകെ കുഴഞ്ഞുപോയേനെ. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് എഴുതി വാങ്ങിയ ടോണി തന്റെ സുഹൃത്ത് ജോസഫിനെ അവിടേക്ക് വിളിച്ചു വരുത്തി. ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ജോസഫിനെ വിളിച്ചു വരുത്തിയത്. അവിടെ നിന്നും നേരെ പൗലോയുടെ വീട് ലക്ഷ്യം വെച്ചാണ് ഇരുവരും യാത്ര തിരിച്ചത്. പൗലോയുടെ വീടെത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ വാഹനം ഒരു സൈഡിൽ ഒതുക്കിയ ശേഷം ഇരുവരും അവിടെ നിന്ന് നടന്നാണ് ആ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ച ഉടൻ തന്നെ പൗലോ വാതിൽ തുറന്നു. അനന്തരവനെ കണ്ടപ്പോൾ തന്നെ പൗലോയ്ക്ക് സന്തോഷമായി. രാവിലെ തന്നെ തനിക്കൊരു കച്ചവടമുള്ളതുകൊണ്ടാണ് താൻ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് പോന്നതെന്നും ഒരു ദിവസം അവിടെ തങ്ങാൻ അനുവദിക്കണമെന്നും അമ്മാവനെ ടോണി അറിയിച്ചു. സന്തോഷപൂർവ്വം തന്നെ ഇരുവരെയും പൗലോ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ടോണിക്കും സുഹൃത്തിനും കിടക്കുന്നതിനുള്ള മുറി പൗലോ കാണിച്ചു കൊടുത്ത ശേഷം വാതിൽ പൂട്ടി പൗലോയും തന്റെ മുറിയിലേക്ക് ഉറങ്ങുന്നതിന് വേണ്ടി പോയി. ടോണി തന്റെ പ്ലാൻ അനുസരിച്ച് കരുക്കൾ നീക്കുകയാണെന്നുള്ള വിവരം സുഹൃത്തായിരുന്ന ജോസഫിന് പോലും മനസ്സിലായില്ല. ജോസഫും പൗലോയും നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ ടോണി വെളുപ്പിന് ഏകദേശം 4 മണിയോടുകൂടി ഒരു കത്തിയുമായി പൗലോയുടെ മുറിയിലെത്തി. വാതിൽ തുറന്ന് മുറിയുടെ അകത്തേക്ക് കയറിയപ്പോൾ പൗലോ നല്ല ഉറക്കത്തിലായിരുന്നു. പൗലോ തല വെച്ചിരിക്കുന്ന തലയണയുടെ അടിഭാഗത്താണ് സ്വർണം വെക്കാറുള്ളത്. ബലമായി അത് പിടിച്ചെടുത്താൽ അത് താനാണ് ചെയ്തതെന്ന് പൗലോയ്ക്ക് മനസ്സിലാകുമെന്ന് ടോണിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ടോണി തന്റെ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പൗലോയുടെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടി. പൗലോയുടെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന ജോസഫ് അവിടേക്ക് ഓടിയെത്തിയത്. സ്വന്തം അമ്മാവനായ പൗലോയുടെ കഴുത്തറക്കുന്ന ടോണിയെയാണ് സുഹൃത്തായ ജോസഫ് കണ്ടത്. പൗലോയുടെ മരണം ഉറപ്പാക്കിയ ടോണി അധികം വൈകാതെ തന്നെ തലയണയുടെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സ്വർണമാലയും മോതിരവും ഒക്കെ കൈവശപ്പെടുത്തിയ ശേഷം രക്തം പുരണ്ട കത്തിയുമായി അടുക്കളയിലേക്ക് എത്തി കത്തി കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. അവിടെ കണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ ജോസഫിനെ വകവരുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശേഷം ജോസഫിനെയും കൂട്ടി ടോണി അവിടെ നിന്നും പുറത്തുപോയി. പ്രധാന വാതിൽ ചാരിയ ശേഷമാണ് ഇരുവരും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലൂടെ നടന്ന് അവർ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ അടുത്തെത്തിയത്. വാഹനത്തിൽ കയറിയ ഇരുവർ സംഘം ചാലക്കുടി പുഴയ്ക്ക് സമീപത്തേക്കാണ് എത്തിയത്. ചാലക്കുടി പുഴയിലേക്ക് ടോണി കത്തി വലിച്ചെറിഞ്ഞു. താൻ ശരിക്കും ഒരു കെണിയിൽ പെട്ടിരിക്കുകയാണെന്ന് ജോസഫിന് വ്യക്തമായി. തൊട്ടടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ തന്നെ പൗലോയുടെ മരണവാർത്ത നാടെങ്ങും പരന്നു. കൂട്ടത്തിൽ ടോണിയെയും ചില ആളുകളൊക്കെ ആ വിവരം വിളിച്ചു പറഞ്ഞു. ഒന്നും അറിയാത്തതുപോലെ ടോണി അതിവേഗം തന്നെ പൗലോയുടെ വീട്ടിലെത്തുകയും തുടർന്നുള്ള കാര്യങ്ങളിലെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുകയും സംസ്കാര ചടങ്ങുകളിലൊക്കെ തന്റെ സാന്നിധ്യം നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ജോസഫ് പതിവ് പോലെ ബസ്സിലെ തന്റെ ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്തിരുന്നു. ചടങ്ങുകൾ പൂർത്തിയായപ്പോൾ തന്നെ ജോസഫിനെയും കൂട്ടി സ്വർണ്ണപ്പണയ ഇടപാട് സ്ഥാപനത്തിലേക്കാണ് ടോണി പോയത്. പണയമുരുപ്പടി തേടി പോലീസ് സംഘം എത്താൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ടോണി മനഃപൂർവ്വം തന്റെ പേരിൽ വെക്കാതെ ജോസഫിന്റെ പേരിലാണ് സ്വർണം പണയം വെച്ചത്. ടോണി പറഞ്ഞ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ പോലീസ് സംഘം തെളിവെടുപ്പിനായി ടോണിയുമായി കൊച്ചുപൗലോ കൊല്ലപ്പെട്ട അയാളുടെ വീട്ടിലേക്ക് എത്തി. ഈ സമയത്ത് പൗലോയുടെ ബന്ധുക്കളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് ജീപ്പിൽ നിന്നും ടോണി ഇറങ്ങുന്ന കാഴ്ച കണ്ട് തീർത്തും അമ്പരപ്പോടുകൂടിയാണ് ബന്ധുക്കൾ നോക്കിയത്. നേരത്തെ പല ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ടോണി പോലീസ് പിടിയിലായിട്ടുണ്ട്. സ്ഥിരമായി പൗലോയുടെ വീട്ടിലേക്ക് വരികയും അയാളുടെ തൊഴുത്തിലെ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായി ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്ന ടോണിയെ നാട്ടുകാർക്ക് നന്നായി അറിയാം. ടോണിയാണ് ഇതിൽ പ്രതിയെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. എങ്ങനെയാണ് കൃത്യം നടത്തിയതെന്ന് വളരെ വിശദമായി തന്നെ ടോണി പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പോലീസ് സംഘം ടോണിയുമായി ചാലക്കുടി പുഴയ്ക്ക് സമീപത്തേക്കാണ് പോയത്. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടുകൂടി 2 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ചാലക്കുടി പുഴയിൽ നിന്നും കൃത്യം നടത്തിയതിനു ശേഷം ടോണി വലിച്ചെറിഞ്ഞ കത്തി പോലീസ് സംഘം കണ്ടെത്തിയത്. പ്രതിയെ കിട്ടിയെങ്കിലും അന്വേഷണം പൂർത്തിയാക്കി കൃത്യമായി കുറ്റപത്രം 90 ദിവസത്തിനകം കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ പോയ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിൽ ടോണി പുറത്തിറങ്ങിയ ടോണി തന്റെ സുഹൃത്തായ ജോസഫിനെയാണ് അന്വേഷിച്ചത്. ഈ കേസിൽ ജോസഫ് ഇപ്പോൾ മാപ്പ് സാക്ഷിയാണ്. ജോസഫ് അയാളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ടോണിക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ജോസഫിനെ ഏത് വിധേനയും പിടികൂടാൻ ടോണി തീരുമാനിച്ചു. ഒടുവിൽ ജോസഫിനെ കണ്ടുകിട്ടുകയും ചെയ്തു. പോലീസുകാരോട് ജോസഫ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേസ് കോടതിയിലെത്തുമ്പോൾ തനിക്കെതിരെ ഒരു കാര്യം പോലും ശബ്ദിച്ചു പോകരുതെന്നും അങ്ങനെ തനിക്കെതിരെ മൊഴി പറയുന്ന സാഹചര്യത്തിൽ ജോസഫിനെ താൻ വകവരുത്തുമെന്നും ഒരാളെ കൊന്നാലും 2 ആളെ കൊന്നാലും ശിക്ഷ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുമെന്നും അതിൽ തനിക്ക് പേടിയില്ല എന്നുമൊക്കെ
ടോണി ജോസഫിനെ ഭീഷണിപ്പെടുത്തി. സ്വാഭാവികമായും ജോസഫ് ആ കാര്യങ്ങളെല്ലാം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസ് ആ കാര്യങ്ങളെല്ലാം കോടതിയെ അറിയിച്ചപ്പോൾ തന്നെ കോടതി ടോണിയുടെ ജാമ്യം റദ്ദ് ചെയ്യുകയും ചെയ്തു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മാപ്പുസാക്ഷിയായി അംഗീകരിച്ച ഒരു വ്യക്തിയെ ഇപ്പോൾ പ്രതി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി ടോണിയുടെ ജാമ്യം റദ്ദാക്കിയത്. ജാമ്യം റദ്ദാക്കപ്പെട്ടതോടുകൂടി ടോണി വീണ്ടും ജയിലിലായി. ടോണി അതിനെതിരെ വീണ്ടും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും ടോണിയുടെ ജാമ്യം നിരസിച്ചു. ടോണി തന്റെ അപ്പീലുമായി സുപ്രീം കോടതിയെയും സമീപിച്ചു. എന്നാൽ സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും കണ്ടെത്തലുകളെ സുപ്രീം കോടതി ശരിവയ്ക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതിയും ടോണിയുടെ ജാമ്യം നിരസിച്ചു. ജാമ്യാപേക്ഷകൾ നിരസിക്കുന്നതിനിടയിൽ സെഷൻസ് കോർട്ടിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു. വിചാരണ നടക്കുന്നതിനിടയിൽ 20-ലധികം സാക്ഷികളെയും 80-ലധികം തെളിവുകളെയും പ്രോസിക്യൂഷൻ കോടതിയിലെത്തിച്ചു. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സമാനതകളില്ലാത്ത ഒരു വിധിയാണ് സെഷൻസ് കോർട്ട് ജഡ്ജി വിധിച്ചത്. സ്വന്തം പിതാവിനെ പോലെ കാണേണ്ട ഒരു വ്യക്തിയെയാണ് ടോണി എന്ന പ്രതി 72 ഗ്രാമോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. പ്ലാന്റ് മർഡറിന് വധശിക്ഷയാണ് കോടതി വിധിക്കേണ്ടത്. എന്നാൽ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 40 വർഷത്തെ ജീവപര്യന്തം തടവാണ് കോടതി ഇപ്പോൾ ടോണിക്കെതിരെ വിധിച്ചിരിക്കുന്നത്. ആദ്യത്തെ 20 കൊല്ലം ടോണിക്ക് ഒരു കാരണവശാലും പരോൾ നൽകരുതെന്നും കോടതി വിധിച്ചു. സെഷൻസ് കോർട്ടിന്റെ വിധിക്കെതിരെ അപ്പീലുമായി ടോണി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയും സെഷൻസ് കോർട്ടിന്റെ വിധി ശരിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തന്റെ അപ്പീലുമായി ടോണി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ നിർണായക വിധി പ്രഖ്യാപനം എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്ന് കാണാം.